ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ ദനബ്, അജ്ബുൽ ദനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ ദനബ് നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജബുൽ ദനബ് ഒഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണിൽ വെക്കും. ചിലരെന്ത് ചെയ്യും? ചെതയിൽ വെച്ച് കത്തിക്കും. ചിലരോ ഇലക്ട്രിക് ചെയറിലിരുത്തി ആ ശവത്തെ ദഹിപ്പിക്കും. അപ്പോ ഈ ഭാഗവും നശിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, ഒരു വസ്തുവിനെ ഇതിനെ കത്തിച്ചത് കൊണ്ട് നശിച്ചു പോകുന്നില്ല, അത് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതേ ഉള്ളൂ. നോക്കൂ, ആ ഭാഗം നശിക്കുകയില്ല. അജ്ബുൽ ദനബ് എന്ന് പറയുന്ന പാർട്ട്, നട്ടലിന്റെ മൂലയിൽ കൂർത്ത ഇരുമ്പ് പോലുള്ള ആ ഭാഗം, അത് മണ്ണ് തിന്നുകയില്ല. അതിൽ നിന്ന് വീണ്ടും മനുഷ്യനെ സംയോജിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്.